ആദർശ്, തല്ലുമാല, ആലപ്പുഴ ജിംഖാന, വളരെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സംവിധായകൻ തന്നെയാണ് ഖാലിദ് റഹ്മാൻ. പക്ഷെ ക്രിയേറ്റിവിറ്റിക്ക് ലഹരി വേണമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരുപക്ഷെ പ്രേക്ഷകരെ നിരാശപ്പെടുത്തുന്ന ചില കാര്യങ്ങളൊക്കെയാണ് ഈ നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഇനിയും പേരുകളുണ്ട്, ഇതൊക്കെ വെറും നെത്തോലികളാണ്, വമ്പൻ സ്രാവുകൾ പിറകിലുണ്ട് എന്ന് ബൈജു കൊട്ടാരക്കര പോലെ പലരും സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെ തോന്നുന്നു? ഇതൊരു ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ആയിട്ടാണോ കരുതുന്നത്? അതോ ഈ തുടർ കേസുകളൊക്കെ നിങ്ങളെപ്പോലുള്ളവരൊക്കെ നിരീക്ഷിക്കുമ്പോൾ ഒരു സിനിമ ഇൻഡസ്ട്രി തന്നെ ഇതിന്റെ പിടിയിലാണ് എന്ന് തോന്നുന്നുണ്ടോ? ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം മറ്റു പല കേസുകളിലും നമുക്ക് ഇതിനകത്ത് പ്രതികളായിട്ടുള്ളവരെ ഒറ്റയ്ക്ക് ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ തലത്തിൽ അവരെ ടാർഗറ്റ് ചെയ്തിട്ട് നമുക്ക് ആ കേസുകൾ പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ കഴിയും. പക്ഷേ ഡ്രഗ്സ് പോലെ അല്ലെങ്കിൽ ലഹരിയുടെ മറ്റ് ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു വ്യക്തിയെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് അതിനൊരു അവസാനം ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഇൻഡസ്ട്രിയിൽ പലപ്പോഴും ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എല്ലാ കാലത്തും അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പം അന്താത് കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലഹരി ഏതാണോ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം മുമ്പ് മാമുക്കോയ ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, സത്യൻ അന്തിക്കാടിൻ്റെ സെറ്റിൽ വെച്ചിട്ട് തിലകൻ ഒരുപാട് മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പിന്നീട് മറ്റ് സിനിമകളിലേക്ക് സത്യൻ അന്തിക്കാട് അഭിനയിക്കാൻ വിളിക്കാതിരുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. തിലകൻ എത്രത്തോളം മഹാനായ ഒരു നടനാണെന്ന് നമുക്കറിയാം. പക്ഷേ അദ്ദേഹം പോലും സിനിമാ സെറ്റുകളിൽ ഇത്തരത്തിലും അൺപ്രൊഫഷണലായി പെരുമാറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇന്നത്തെ തലമുറയിലേക്ക് വരുമ്പോഴും ഈ കാലഘട്ടത്തിൽ അവർക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ലഹരി അവർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇതിനെതിരെ സർക്കാർ തീർച്ചയായും ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഇത് ആദ്യമായിട്ടല്ല സർക്കാരിൻ്റെ കൺമുന്നിലേക്ക് ഇങ്ങനെ ഒരു വിഷയം വരുന്നത്. ഇപ്പോൾ മുമ്പ് ഷൈൻ ടോം ചാക്കോയുടെ വിഷയം വന്നതായാലും പിന്നീട് വന്നിട്ടുള്ള പല റിപ്പോർട്ടുകളിലാണെങ്കിൽ പോലും ഇത്തരത്തിൽ ഡ്രഗ് അബ്യൂസും മറ്റു കാര്യങ്ങളും സിനിമാ ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ട് എന്നുള്ള കൃത്യമായ വിവരം സർക്കാരിന് ലഭിക്കുന്നുണ്ട്. എന്നിട്ടും ആക്ഷൻ ഇൻഎഫക്റ്റീവാണ്. ഇത് സിനിമാ മേഖലയിൽ മാത്രമാണോ? അതുമല്ല, ഇപ്പം സ്കൂളുകളിൽ പോലും കുട്ടികൾക്കിടയിൽ പോലും കൃത്യമായ രീതിയിലേക്ക് ലഹരി എത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ക്യാമ്പസുകളിലേക്ക് കൃത്യമായ രീതിയിൽ ലഹരി എത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എവിടേക്കാണ് ഇത് ചെന്ന് നിൽക്കുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ടല്ലോ. ഇതെല്ലാ മേഖലകളിലും ഇത് പിടിമുറുക്കി കഴിഞ്ഞു. പ്രത്യേകിച്ച് ക്രിയേറ്റീവ് സ്പേസിൽ നിൽക്കുന്ന ആൾക്കാർക്കിടയിൽ ഇത്തരത്തിലൊരു മിഥ്യാധാരണ പലപ്പോഴുമായിട്ട് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചരിത്രത്തിലൊക്കെ നോക്കിയാൽ കോൾറിഡ്ജിനെ പോലുള്ളവർ പോലും ഓപ്യം ഉപയോഗിച്ചിട്ട് കവിതകൾ എഴുതിയതിനെ പറ്റിയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. എല്ലാ കാലത്തും ക്രിയേറ്റീവ് സ്പേസിൽ നിൽക്കുന്നവർക്ക് ലഹരി ഉണ്ടെങ്കിലേ അത് ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ക്രിയേറ്റിവിറ്റി വരുള്ളൂ എന്നൊരു തെറ്റായ ധാരണയുണ്ട്. ഇപ്പം പല മലയാളത്തിലെ കവികൾ പോലും പലരും ലഹരിയെ പുകഴ്ത്തിക്കൊണ്ട് എഴുതിയിട്ടുള്ള പല ഇത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അതിനും അപ്പുറത്തേക്ക് റിയൽ ഇഷ്യൂസിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ഇനിയെങ്കിലും ഇത് സിനിമാ മേഖലയിൽ മാത്രമുള്ളൊരു കാര്യമായിട്ട് ഇനി അതിനെ കൺസിഡർ ചെയ്ത് നമുക്ക് ഒതുക്കാൻ കഴിയില്ല. ഇത് ഇറ്റ്സ് എവരിവെയർ. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ പോലും വലിയ രീതിയിൽ ഈ MDMA മറ്റും ഉപയോഗിക്കുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റും തന്നെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ നമ്മൾ ഇനിയെങ്കിലും അഭിസംബോധന ചെയ്യണം. നമ്മളിപ്പോൾ ഒരു വലിയ ഒരു മ്യൂസിക്കൽ ഇവൻറ്റിനൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ആ വേദിക്കുള്ളിൽ നിൽക്കുന്നവർക്കിടയിൽ ഇത്തരത്തിൽ ലഹരിയുടെ അഡിക്ട്സ് ആയിട്ടുള്ളവരെ നമുക്ക് കാണാൻ കഴിയും. അവരൊരുപക്ഷെ നമ്മളെ ആക്രമിക്കാൻ വരുന്നൊരു സിറ്റുവേഷൻ വളരെ വൈകാതെ ഉണ്ടായേക്കാം. ഇപ്പം പക്ഷേ എനിക്കതിൽ ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ എനിക്കതിൽ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വിയോജിപ്പുണ്ട്. അജു, ഞാൻ വരാം, അല്ല ആദർശ്, ഞാൻ വരാം. കാരണം ഇപ്പോൾ പോകും ശ്രീ ബൈജു കൊട്ടാരക്കര, അദ്ദേഹം 7:30 വരെയുള്ളൂ. ശ്രീ ബൈജു കൊട്ടാരക്കര